അപ്പോൾ നമ്മളെ അടിപൊളി രസം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് ആക്കാം. അമ്മേൻ്റെ ആഗ്രഹം പോലെ നമുക്ക് ഗ്ലാസ്സിൽ വെച്ച് കൊടുക്കാം. ഞാൻ കുടിച്ചിട്ടാ ടേസ്റ്റ് രക്ഷയില്ല. എല്ലാ രസമുണ്ട്. രസം തന്നെ. ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അല്ലമ്മ എന്നാ ഉണ്ടാക്കുന്നത്? രസം. അപ്പൊ രസം തന്നെയാണ്. അതെ, രസം എന്ന് പറയുമ്പോ ഭയങ്കര എനർജിയാണ്. നമ്മളെ വീട് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ രസം. സദ്യക്കെല്ലാം പോയാല് മോര് മണിക്കൂല, രസം മണിക്കൂർ. ലോകുമെല്ലാം ഗ്ലാസ്സിലാന്ന് മണിക്കല്. എനിക്ക് ഗ്ലാസ്സിൽ മതി എന്ന് പറഞ്ഞിട്ട് പായസം വിളമ്പുന്നതിന് മുമ്പേ പായസത്തിന് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതില് മേടിച്ചിട്ട് കുടിക്കും. അവൻ അത്രക്കും ഇഷ്ടമാണ്. സ്കൂളിൽ പോയിട്ടുണ്ട് കാരണം അത്ര വരുമ്പോഴത്തേനും നമുക്ക് നല്ല അടിപൊളി രസമാക്കാം. മാത്രല്ല നമ്മളെ കമന്റ് ബോക്സിൽ 1-2 വട്ടമായി ചോദിക്കുന്നത് രസം ഉണ്ടാക്കുന്ന റെസിപ്പി കാണിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വെച്ചാല് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വേഗത്തിൽ അതെ, പരിപ്പ് വേവിച്ചിട്ട് അതിന്റെ വെള്ളം എടുക്കണ്ട. അത് എങ്ങനെയല്ലാന്ന് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് കൂടെ പറഞ്ഞുതരാം. ഈസി റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മളെ രസാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജയേ, ഓ അപ്പൊ നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം. രസം കൂട്ടാതെ അപ്പൊ നമുക്ക് രസം കൂട്ടിയിരുന്നൊരു ചോറ് കഴിക്കാം. അതെ, അപ്പൊ ആദ്യം തന്നെ തക്കാളി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അല്ലേ? അപ്പം കുക്കറിലേക്ക് നമുക്ക് 4 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരയിട്ടിട്ടുണ്ട്. അതിന്റെ മുത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പൊ 4 അതേപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലടിച്ചെടുക്കാം. രസം കൂടെ ഒഴിക്കാം. ഈ വെള്ളം തന്നെ വേണമെങ്കിൽ നമുക്ക് അതിൽ ഒഴിക്കുകയും ചെയ്യാം. അതെ, അപ്പൊ തക്കാളി ഇടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന്റെ മസാലയെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാം അല്ലാമേ? അതെ, തക്കാളിയെല്ലാം കഴുകിയിട്ടാണ് അതിലിട്ടിന്. അതെ, നന്നായിട്ട് വിട്ടുപോയി തോന്നല്ലോ പറയാൻ വേണ്ടിട്ട്. നന്നായിട്ട് കഴുകിയതാന്നേ, കഴുകാണ്ട് എന്തായിട്ട് ആരും ഉണ്ടാക്കൂലല്ലോ. അപ്പൊ പുളി, നെല്ലിക്ക അത് നമുക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം അത് ഇവിടെ മാറ്റി വെക്കാം കുതിരട്ടാടുന്ന്. ആ സമയം കൊണ്ട് നമുക്കിതാ അതിലെ മെയിൻ മസാല ഒന്ന് അരച്ചെടുക്കാം. ഇത് ഒരു 1/2 സ്പൂണ് ജീരകം, 1 സ്പൂണ് പിന്നെ കുരുമുളക്, 2 സ്പൂണ് പരിപ്പ്. അപ്പം മുമ്പെല്ലാം നമ്മൾ ആക്കുമ്പോൾ ചില സമയത്തെല്ലാം ആക്കുമ്പം പരിപ്പ് വേവിച്ച വെള്ളത്തിലാണ് ആക്കല്. പക്ഷെ ഈ രീതിയിൽ ഒന്ന് നിങ്ങൾ എന്തായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. നമുക്കിപ്പം പരിപ്പ് ഇപ്പം വെറുതെ വേവിച്ചിട്ട് അതിൻ്റെ ആ പരിപ്പ് പിന്നെ ഒന്നും കൊടുക്കില്ല. ഈ രസത്തിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ പൊട്ടിയെടുത്താൽ ഒന്നും വേസ്റ്റ് ആവുന്നില്ല. അതെ, സദ്യക്കെല്ലാണെങ്കിൽ ഈ സാമ്പാറാക്കുന്ന അതിൻ്റെ വെള്ളം കോരി വെക്കും. നമുക്ക് പിന്നെ ആ പരിപ്പ് പോയിച്ചാൽ ആ പരിപ്പ് പിന്നെ എന്നാക്കേണ്ടി വിചാരിക്കും നമ്മളെ. അപ്പം പരിപ്പ് ഇതുപോലെ എടുത്താൽ മതി കേട്ടോ, പരിപ്പിൻ്റെ വെള്ളം തന്നെ വേണമെന്നില്ല. അപ്പം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഈ രീതിയിൽ പൊടിച്ചെടുക്കാം. ഭയങ്കര നൈസായിട്ട് പൊടിയുണ്ടല്ലോ. അതെ, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കഷ്ണം ഇഞ്ചി, 2-3 ചുവന്നുള്ളി, 2-3 ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി. ഇതാ ചുവന്നുള്ളി 2-3 എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇതാ, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ മല്ലിയില. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. വെളുത്തുള്ളി ഒരു കുടം എടുത്തിട്ടുണ്ടാവും അല്ലേ? അതെ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പം അതും കൂടി ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മളെ രസത്തിൻ്റെ നല്ല മണം വരുന്നുണ്ടമ്മ, രസത്തിൻ്റെ മണനായി. അപ്പം തക്കാളി ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്ക് കോരിയിട്ട് ഇതാ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചൂടുണ്ട് അത്രേ. ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ തക്കാളി 2 വിസിലടിക്കുമ്പോൾ നല്ലോണം വെന്തിനല്ലേ? വെന്ത്. അപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മളെ ചൂളി തക്കാളിൻ്റെ തോല് അമ്മ മാരുന്നുണ്ടായി അത് ചൂടായിട്ട് ആയാലും തിന്നല്ലേ ചങ്കരെല്ലാം ആയാലും തിരി എന്നിട്ട് ചൂടെടുക്കുന്നതായിട്ട് ചോറിനോട് വെക്കുമ്പോൾ അതാണ് വെച്ചിന് ഇതൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം. തക്കാളി വേവിക്കാനെടുത്ത വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഏതായാലും രസത്തിന് വെള്ളം വേണമല്ലോ, ഈ വെള്ളം എടുത്താൽ തക്കാളി വേവിച്ച വെള്ളം കളയണ്ട. നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പം തക്കാളിയെല്ലാം നന്നായിട്ട് അമ്മ ഉടച്ചെടുത്തിട്ടുണ്ട്. ബനിയാണ് പരിപാടി. മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കുടുക്ക, രസക്കുടുക്കയാണ് നമ്മളെ. ഇതെല്ലാം കുടുക്കയാണ്. രസവും വെക്കും, സാമ്പാറും വെക്കും, പിന്നെ പരിപ്പ് പയറ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ചോറ് വെക്കാൻ വെച്ചാൽ പുറത്തോട്ട് കൊടുക്കുക, ചോറും വെക്കും ഇല്ലല്ലേ. അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2-3 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക്, വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയെല്ലാം വേണ്ടതാണ് പരിപാടികളാണ്. പക്ഷെ മണ്ണിൻ്റെ ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും മണ്ണിൻ്റെ ചട്ടി. നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ അരച്ചെടുത്ത ചേരുവകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് ഇടുമ്പൻ്റെ ഒരു നല്ല മണം വരുന്നുണ്ട്. കുറച്ചും കൂടി എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ കുറവ് പോലെ തോന്നിയോണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ വറ്റൽമുളക് അരച്ചോണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല അല്ലേ? പച്ചമുളക് അരച്ചിട്ട് അതുകൊണ്ട് ഇതിൻ്റെ പച്ചമണെല്ലാം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ പച്ചമണെല്ലാം മാറിയിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണ്ട അമ്മ. തക്കാളിയുടെ വെള്ളവും പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് തക്കാളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കട്ടെ. നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഒഴിക്കട്ടെ. രസം എന്ന് പറഞ്ഞാൽ പിന്നെ അതന്നെ. നമുക്കിത് ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടെ ഇത് കുറച്ച് കട്ടിയുണ്ട്. അതെ, രസം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളമല്ല വേണ്ടല്ലേ. കുറച്ച് കിട്ടും. അവിടെ ഒഴിക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അല്ലേ? തിളക്കുമ്പോൾ നമുക്ക് മല്ലീൻ്റെ ഇലയും കൂടെ ഇടണം. രസം നല്ലോണം തിളച്ചു. ഇപ്പോൾ നമുക്ക് രസം കായപ്പൊടി ഇട്ട് കൊടുക്കാം. രസം തിളച്ച പുകയെല്ലാം ഇങ്ങോട്ട് വന്നു. രസം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. അല്ല മല്ലിച്ചപ്പ് മല്ലിപ്പൊടി. മല്ലിച്ചപ്പിൻ്റെയും കായത്തിൻ്റെയും ടേസ്റ്റാണ് രസത്തിൻ്റെ ആ ഒരു അതെ ടേസ്റ്റ്. ഇവിടെ മൊത്തം ഇപ്പോൾ രസമായ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാ കായം കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ രസം റെഡിയായി ഇടാം. അപ്പോൾ രസം കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ എല്ലാവരും വാ. നല്ല മണമേ. കായം കൂടി ഇട്ടാരോ ഒരു രക്ഷയില്ല. സൂപ്പർ. അടിപൊളി തന്നെ. അടിപൊളി ചോദിച്ചാൽ മതിയാ. പിന്നെ നല്ല മണം കേൾക്കുമ്പോൾ തന്നെ കേട്ടാ.
മണം കേക്കരല്ല എന്നാലും മണക്കല് മണക്കുമ്പോ നല്ലുണ്ട്. ഒരേ ടേസ്റ്റ് നോക്കടാ. എനിക്കിഷ്ടം ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട്. രസം ഞാൻ സദ്യക്കെല്ലാം പോയായില്ല ലോഗും ഗ്ലാസ്സിൽ വെച്ചിട്ട് വാങ്ങും. അതിങ്ങനെ ഗ്ലാസ്സിൽ നിന്ന് രസം കുടിക്കാൻ വേണ്ടിട്ട് നല്ല ഇഷ്ടമാണ്. ഞങ്ങൾക്ക് മോര അത്ര ഇഷ്ടമല്ല. രസം വരുമ്പോ ഞാൻ വേഗം വാങ്ങും. ഞാനും വാങ്ങില്ല, രസം ഞാനും വാങ്ങിയിട്ടുണ്ട്. സദ്യ നമ്മളിവിടെ സദ്യക്ക് രസവും മോരെല്ലാം വിളമ്പും കേട്ടാ. അപ്പൊ നമുക്ക് ഇതായി തീ ഓഫ് ചെയ്യാട്ടാ. നമ്മളെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ രസമെല്ലാം ആയിട്ടവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു തളയൻ മീൻ കിട്ടിയിട്ടുണ്ട്, പച്ച തളയനാണ് കേട്ടാ. വലിയ നീളത്തെ പാമ്പിനെ പോലത്തെ. സപ്ലൈകോയിൽ പോയിട്ട് വരുമ്പോ വാങ്ങിയതാണ്. അതൊന്നും കൂടെ പൊരിച്ചെടുക്കാം. അതും രസവും മീൻ പൊരിച്ചതും ഇന്നത്തെ ഉച്ചയൂണ്. ഏതെല്ലാം? രസവും മീൻ പൊരിച്ചത്. അതെ, അതും രസവും മീൻ പൊരിച്ചത് വരുമ്പോ 3 എണ്ണായി. നീ അതും രസവും മീൻ പൊരിച്ചു. അപ്പൊ നമുക്കിവിടെ ഇതും കൂടെ പൊരിച്ചെടുക്കാം. നമുക്ക് ചോറ് കഴിക്കാം. അപ്പൊ നമ്മളെ അടിപൊളി രസം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഈ ഗ്ലാസ്സിൽ വെച്ചാൽ അപ്പൊ നമുക്ക് ഗ്ലാസ്സിലേക്ക് ആക്കാം. അമ്മേന്റെ ആഗ്രഹം പോലെ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. മീൻ എടുക്കാം. ഞാനെടുക്കാം. അമ്മേന്റെ രസം അമ്മേനെ നോക്കിയിട്ട് ടേസ്റ്റ് പറയണം. ഞാൻ കുടിച്ചിട്ടാ ടേസ്റ്റ് പറയും. രസമുണ്ട്. രസം തന്നെ. ചോറിൽ വെച്ചിട്ട് കഴിക്കുന്നില്ലേ? ചോറ് വെച്ചിട്ട് കഴിക്കാം. വാ ഇവിടെ ഇരുന്നിട്ട് കഴിക്കാം. അപ്പം ചോറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. അത് മാത്രം മതിയല്ലേ ചോറ് കഴിക്കാൻ? നമുക്കിപ്പോ എന്തെങ്കിലും ഒരു വറവോ അതൊരു രസം ഉണ്ടായാൽ നല്ല രസമാണ് ചോറ് കഴിക്കാൻ. അതെ, അപ്പം എല്ലാരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം കുറെ നാളായി നമ്മളോട് ചോദിക്കുന്ന രസം ഉണ്ടാക്കുന്ന റെസിപ്പി കാണിക്കുമെന്ന്. അപ്പൊ ഇതാ രസം ഇന്ന് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ. തീർച്ചയായിട്ടും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ബന്ധുക്കൾക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം, ഫ്രണ്ട്സിനെല്ലാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ.